ഹായ് ഗൈസ്. ഹായ്. നീ ഇനി മിണ്ടാണെന്ന് തോന്നണം. പിന്നെ ഓണാക്കാണ്ട് എത്രയും കാലം ചെയ്തത് വെറുതെ അല്ല. ഇനി ഓണാക്കിയാലും ഒച്ചപ്പാടുണ്ടാക്കിയാൽ ദേഷ്യം പിടിക്കാതിരിക്കും. ആദ്യം പറഞ്ഞേക്കാം. ഒന്നല്ല പറയും. അപ്പോൾ ഇന്ന് ഞാനൊരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സേഫ്റ്റി ടിപ്സ്. ശരിക്കും ഇത് കൂടുതലായി ഉപകാരപ്പെടുന്നത് ഗേൾസിനാണ്. എന്താണെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണല്ലോ. പക്ഷെ ഞാൻ ആ തത്വം എടുക്കൂല. കാരണം എല്ലാവരും സിസ്റ്റേഴ്സ് അല്ലല്ലോ. അതെങ്ങനെ ശരിയാവുക? ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളെ ഗേൾസിൻ്റെ സേഫ്റ്റി, അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ ഹിഡൻ ക്യാമറാസ് ഉണ്ടല്ലോ, അത് എവിടെയൊക്കെ വെക്കുന്നതെന്ന് ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇല്ലേ? അഥവാ 4 വഴിയിലൂടെ നിങ്ങൾക്ക് ഹിഡൻ ക്യാമറ എവിടെയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ടിപ്സാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ടിപ്സ് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ മൊബൈലുണ്ട്, മൊബൈലിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്പ് സ്റ്റോർ, iOS ആണെങ്കിൽ ആപ്പ് സ്റ്റോർ കയറുക, അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ആണെങ്കിൽ എവിടെ നിന്ന് വെച്ചാൽ ഒന്നും വേണ്ടാണ്ട് കിടക്കാം. കാര്യം പറഞ്ഞിട്ട് വരാം. എന്നിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോർ ഉണ്ട്. കയറിയിട്ട് നിങ്ങൾക്ക് ഹിഡൻ ക്യാമറൻ്റെ ആപ്സ് അവിടെ അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ ആപ്സ് അവിടെ ഉണ്ട്. അത് ഒന്നാമത്തെ ഓപ്ഷൻ. അങ്ങനെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ആപ്പ് വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ടിപ്സ് വളരെ സിമ്പിളാണ്. കോമൺ സെൻസ് മാത്രം യൂസ് ചെയ്താൽ മതി. ബാക്കിയുള്ള ടിപ്സൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ടിപ്സാണ്. ഈ ഹിഡൻ ക്യാമറ, മോസ്റ്റ് ഓഫ് ദ ഹിഡൻ ക്യാമറാസ് ഇൻഫ്രാറെഡ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അത് ആൾക്കാർക്ക് അൺഅവെയറാണ്. ഇപ്പം നമ്മുടെ മനുഷ്യന്മാരുടെ കണ്ണ് വെച്ചത് കാണാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ കൈമിലുള്ള ഈ മൊബൈൽ ഉണ്ടല്ലോ, ഈ മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളൊരു ഹോട്ടൽ മുറിയിൽ റൂം എടുത്തെന്ന് വെച്ചോ, എടുത്ത് കഴിഞ്ഞ് നിങ്ങൾ റൂംസിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം കുറ്റിയിടുക, എന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കാം. റൂമിൽ കയറിയിട്ട് എന്ത് പരിപാടി? ഈ ചെക്കന് കല്യാണം കഴിക്കാത്തോണ്ട് നിന്നെ പോലെയല്ല ആൾക്കാർ അതിൻ്റെ ഇടക്ക് കയറിയിട്ട് ഒന്നും മിണ്ടാണ്ട് കിടക്കാം. ഓക്കെ. കൺഫ്യൂഷനുള്ള ഏരിയാസ് ആ റൂംസിൽ ഇവിടെ വെക്കാൻ ചാൻസ് ഉണ്ട്, ഇവിടെ വെക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു ഊഹം ഉണ്ടല്ലോ. നിങ്ങളുടെ ക്യാമറ ഓൺ ആക്കുക, എന്നിട്ട് അവിടെ പോവുക, എന്നിട്ടൊന്ന് സ്കാൻ ചെയ്യുക ആ ഏരിയ. സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും അവിടെ കാണുന്നുണ്ടെങ്കിൽ, ആ ക്യാമറയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഷൈനിങ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോട്ട്സുകളോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സംശയിക്കുന്ന പോലെ തന്നെ അവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങളൊന്ന് നല്ലോണം ഇൻസ്പെക്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ. അതാണ് സെക്കൻഡ് ടിപ്സ്. മൂന്നാമത്തെ ടിപ്സ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടല്ലോ മൊബൈലിൽ, അത് ഓൺ ആക്കുക. ഇതേപോലെ തന്നെ സ്കാൻ ചെയ്യുക. ഏത് ലൈറ്റ് ഓഫ് ആക്കുക, എന്നിട്ട് ആ ഏരിയ മാത്രം ഒന്ന് ഫ്ലാഷ് ലൈറ്റ് ഉണ്ടെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻസ് എന്തെങ്കിലും ഉണ്ടാവും. ചെറിയൊരു റിഫ്ലക്ഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ആ ഏരിയയിൽ നിന്ന് എന്തെങ്കിലും ലൈറ്റിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിൻ്റെയോ. അപ്പം നിങ്ങൾ ഉറപ്പിച്ചോ അവിടെ എന്തെങ്കിലും ഉണ്ട്, ഒന്നും കൂടി ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നല്ലോണം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ പ്രാക്ടീസ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ. ലൈറ്റ് ഒന്നും ഓഫ് ആക്കണ്ട, ഒന്നും ചെയ്യേണ്ട. നേരെ പോവുക, റൂമിൽ എത്തുക. റൂമിൽ നിന്നതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൊബൈൽ എടുക്കുക. മൊബൈൽ എടുത്തിട്ട് വൈഫൈ ഉണ്ടല്ലോ, വൈഫൈ അങ്ങ് ഓണാക്കി വെക്കുക. വൈഫൈ ഓണാക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഏതൊക്കെ ഡിവൈസ് കണക്ട് ചെയ്തിട്ടെന്ന് മനസ്സിലാക്കാം. ഏതൊരു ഡിവൈസ് എന്ന് വെച്ചാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ സിമ്പിൾസ് ആയിരിക്കും, ചിലപ്പോൾ നമ്പേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ക്യാമറ IP അല്ലെങ്കിൽ ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഡിവൈസിൻ്റെ പേര് അവിടെ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ എന്തെങ്കിലും അവിടെ ഉണ്ട്, ഒരു ക്യാമറ അവിടെ ഉണ്ടെന്ന് ഉറപ്പിക്കാം. അല്ലെങ്കിൽ വൈഫൈ അല്ലെങ്കിൽ ബ്ലൂടൂത്ത്, ഏതെങ്കിലും ഡിവൈസ് നിങ്ങൾ ബ്ലൂടൂത്ത് അതേപോലെ തന്നെ ഓണാക്കുക. എന്നിട്ട് ഏതെങ്കിലും ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നുണ്ടോ. എന്തായാലും ഈ ക്യാമറാസ് ഉണ്ടല്ലോ വയർലെസ് ആയതുകൊണ്ട് അത് വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ 4 ടിപ്സ് നിങ്ങൾ നല്ല വിധത്തിൽ ഉപയോഗിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഞാൻ ഈ ടിപ്സ് പറഞ്ഞു തരുന്നത്. ഇത് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ആർക്കെങ്കിലും ഉണ്ടായാൽ അതെനിക്ക് നല്ല സന്തോഷമാണ്. അവരവരുടെ സേഫ്റ്റി ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ബാധ്യത തന്നെയാണ്. ഇപ്പോഴത്തെ കാലത്ത് ആണുങ്ങൾ സേഫൊന്നുമല്ല. ഓക്കെ. നിങ്ങൾ സേഫായിരിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് വീഡിയോ. താങ്ക് യു.